അതായത് ഈ ഭയങ്കര കോഴി സ്വഭാവമുള്ള പുരുഷന്മാർക്കൊക്കെ പെൺകുട്ടികളുണ്ടാവുന്നത്. ബേസിക്കലി പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ഈ ജനറേഷനിൽ വരുന്ന എല്ലാ പുരുഷന്മാർക്കും കുട്ടികൾ പെൺകുട്ടികളായിരിക്കും. അതിൽ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആണുങ്ങൾക്ക് കണ്ടിട്ടില്ല, അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളെല്ലാം പെൺകുട്ടികളായിരിക്കും. അതിലെന്തെങ്കിലും സയന്റിഫിക് കാര്യമുണ്ടോ? ഇവിടെ എറണാകുളത്ത് ഒരു നല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസമായിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല പെയിൻ, ഹീമോഗ്ലോബിൻ നോക്കിയപ്പോൾ 2 ഗ്രാം. അത് അത് ആ കുട്ടിക്ക് കാർഡിയാക് ഫെയിലിയറിലേക്ക് വരാൻ അധികം സമയമില്ലാത്തൊരു ഇതാണ് 2 ഗ്രാം. പാരൻസ് നന്നായിട്ട് വലിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കുണ്ടാവുന്ന ആൺകുട്ടിക്ക് പുരുഷ വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അവർ PCOD എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് അവർക്ക് നേരെ ഓപ്പോസിറ്റ് സ്പെക്ട്രമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ കുറേ അണ്ടങ്ങളുണ്ട്, പക്ഷെ പ്രായം കൂടുമ്പോൾ അണ്ടത്തിന്റെ നമ്പർ, ക്വാളിറ്റി എല്ലാം കുറയും. ഇപ്പോൾ പലരും 30 കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം, അത് കഴിഞ്ഞ് 35 കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബേബിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും. അപ്പോഴത്തേക്കും മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഓവേറിയൻ റിസർവ് എല്ലാം കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയിപ്പോകും. ഒരു 30 ഇയേഴ്സ് ഒക്കെ ആയിട്ടും ഇതൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ ബെറ്റർ നമ്മൾ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഏജിൽ നിങ്ങൾ നമ്മൾ ആരായാലും എഗ്ഗ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഏജ് ആവും, പക്ഷെ നമ്മുടെ ആ എഗ്ഗിന്റെ ഏജ് 30 വയസ്സാണ്. മനസ്സിലായി. അത് ഇപ്പം ചില ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പറയാതെ നമ്മൾ ബേബി വൂമ്പിലായിരിക്കുന്ന സമയം തൊട്ടേ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് പാരൻസിന്റെ സ്വഭാവം, അവരുടെ ശീലങ്ങൾ ഉൾപ്പെടെ കുഞ്ഞിനെ ബാധിക്കുന്നു. അതിലെത്രത്തോളം സത്യമുണ്ട്? കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് ചില അസുഖങ്ങളുണ്ടാവും. ഈ ടെസ്റ്റസ് മുകളിലിരിക്കുന്നത് അല്ലെങ്കിൽ ടെസ്റ്റസ് അതിൻ്റെ ആ സാക്കിൽ വരാത്തത്, കുഞ്ഞ് വളരുമ്പോൾ അത് പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകും. നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് എന്ത് രോഗം വന്നാലും അതിനൊരു ജനറ്റിക് ഫാക്ടർ ഉണ്ടാവില്ലേ? ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നത്തിന് ജനറ്റിക്സ് എന്തോരം ഭാഗമാണ്? ഇൻഫെർട്ടിലിറ്റി പ്രശ്നത്തിന് ജനറ്റിക്സ് ഒരു മേജർ ഭാഗം അല്ലെങ്കിലും ഒരു 5% ആൾക്കാർക്ക് ജനറ്റിക് പ്രോബ്ലംസ് കാരണം ഇൻഫെർട്ടിലിറ്റി വരാം. അതായത് സ്പേമിൻ്റെ കുറവ്, അത് ചിലപ്പം ജനറ്റിക് റീസൺസ് കാരണം ഉണ്ടാവാം. അതായത് പുരുഷവന്ധ്യതയുടെ ഒരു കാരണമാവാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചില ആൾക്കാർക്ക് ഈ PCOD, എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗങ്ങളിൽ കുറച്ചൊരു ജനറ്റിക് ഫാക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഈ ജനറ്റിക് എലിമെൻറ്റ് മൊത്തത്തിൽ ഒരു 5% മാത്രമേ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണമായിട്ട് പറയുന്നുള്ളൂ, ഒരു മെയിൻ റീസൺ അല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പാരൻസ് IVF ത്രൂ അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിരുന്ന ആളുകൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അവർ പ്രഗ്നന്റ് ആയി കുട്ടികളുണ്ടായത്, കുട്ടികൾക്കും അങ്ങനെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല? ഒരിക്കലും ഇല്ല. നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് ബേബി ലൂയിസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട്, അതാണ് ഫസ്റ്റ് IVF നമ്മുടെ വേൾഡിൽ ഉണ്ടായ സ്ത്രീയാണ്. അവർ തനിയെ കൺസീവ് ചെയ്തത്. അവർക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട് 2 വയസ്സുള്ളത്. അതാണ് ഫസ്റ്റ് IVF ബേബി. IVF ബേബിയാണ്. അവർ നോർമലി തന്നെയാണ് കൺസീവ് ആയത്. അപ്പൊ അത് തന്നെയാണല്ലോ ഒരു പ്രൂഫ്. അത് ഫസ്റ്റ് ആള് തന്നെ നോർമലി കൺസീവ് ചെയ്തില്ലേ. അപ്പം അങ്ങനെ ഒരു നിർബന്ധമില്ല എന്നല്ല, അതൊരു ഫാക്ടറേ അല്ല. വളരെ ചെറിയ, ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു <1% ചില കോസസ്, ഈ പുരുഷവന്ധ്യതയുടെ ചില കോസസ് കുഞ്ഞുങ്ങളിലും വരാം, പക്ഷെ അത് വളരെ റെയറാണ്. മനസ്സിലായി. ഓക്കെ. ഇപ്പം നമ്മൾ അതായത് ഇപ്പം നമ്മുടെ ഒരാളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഏത് പ്രായം തൊട്ട് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നോക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഏത് പ്രായം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ അത് ചില ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പറയാതെ നമ്മൾ ബേബി വൂമ്പിലായിരിക്കുന്ന സമയം തൊട്ടേ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് പാരൻസിൻ്റെ സ്വഭാവം, അവരുടെ ശീലങ്ങൾ ഉൾപ്പെടെ കുഞ്ഞിനെ ബാധിക്കുന്നു. അതിലെത്രത്തോളം സത്യമുണ്ട്? ഒരു സ്വഭാവം, ആ ഒരു മെൻ്റൽ സ്ട്രെസ്സ് കുഞ്ഞിനെ ബാധിക്കുന്നത്, അതിന് ചെറിയൊരു എലിമെൻ്റൊക്കെ നമുക്ക് പറയാൻ പറ്റും. സയൻറ്റിഫിക് ബേസിസ് ഒന്നും ഇല്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം അമ്മയ്ക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു മേജർ രോഗം വന്നിട്ടുണ്ട്, അതിനുവേണ്ടി എന്തെങ്കിലും സ്ട്രോങ് മെഡിസിൻസ് എടുത്തിട്ടുണ്ട്, അത് ചിലപ്പം നമ്മുടെ കുഞ്ഞ് വയറിലുള്ളപ്പോഴും കുഞ്ഞിൻ്റെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറച്ച് ബാധിക്കാം. പിന്നെ ഇപ്പം മേജർ രോഗം, ക്യാൻസർ പോലത്തെ രോഗം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അമ്മ എടുത്തിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഭയങ്കര റെയറാണ്, പക്ഷെ അത് ചിലപ്പം കുഞ്ഞിൻ്റെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് ചില അസുഖങ്ങളുണ്ടാവും. ഈ ടെസ്റ്റസ് മുകളിലിരിക്കുന്നത് അല്ലെങ്കിൽ ടെസ്റ്റസ് അതിൻ്റെ ആ സാക്കിൽ വരാത്തത്, അതൊക്കെ കുഞ്ഞ് വളരുമ്പോൾ അത് പുരുഷവന്ധ്യതയ്ക്ക് കാരണമാവും. പിന്നെ മംസ് പോലുള്ള രോഗങ്ങൾ, ഇപ്പം നമ്മളിപ്പോൾ MMR വാക്സിൻ നമ്മൾ എല്ലാ കുട്ടികൾക്കും 9 മാസം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പണ്ടൊന്നും അതൊരു കോമൺ ഇതായിരുന്നില്ല, അതൊരു നമുക്ക് നിർബന്ധമായ വാക്സിൻ ഷെഡ്യൂളിൽ വന്നിരുന്നില്ല. അപ്പം പല ആൾക്കാർക്കും മംസ് വന്നു. മംസിൻ്റെ കാരണം അവർക്ക് ടെസ്റ്റസ് ബാധിക്കാം. അപ്പം അതുകൊണ്ടും അവർക്ക് വലുതാവുമ്പോൾ ചിലപ്പോൾ അത് റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഫ്യൂച്ചറിൽ ബാധിക്കാം. അപ്പം ഈ മംസ് വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി പുരുഷനാണേലും സ്ത്രീ ആണേലും അവരുടെ മെയിൻലി നമ്മൾ പുരുഷന്മാരിലാണ് കാണുന്നത് ഈ മംസിന്റെ പ്രശ്നങ്ങൾ. മംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരോട്ടിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന രോഗമാണ്. അത് ചിലപ്പോൾ ടെസ്റ്റസിനെയും ബാധിക്കാം. മംസ് ഓർക്കൈറ്റിസ് എന്ന് പറയും. ആ ടെസ്റ്റസിനെ ബാധിച്ചാൽ അവർക്ക് വലുതാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. നമ്മൾ സെമൻ അതിന് മുന്നേ ഇത് അറിയാൻ സാധ്യമല്ല. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ സെമൻ അനാലിസിസിൽ നോക്കുമ്പോൾ കൗണ്ട് തീരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ
ഫസ്റ്റ് വിസിറ്റിൽ അവർ പറയണമെന്നില്ല, അവർ പോയി വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയടുത്ത് ചോദിക്കും. കാരണം ഇവർ കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അച്ഛനും അമ്മയടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പറയും ഇല്ല മംസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് വിസിറ്റ് വരുമ്പോഴായിരിക്കും അവർ പറയുക ഡോക്ടർ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ മംസ് വന്നിട്ടുണ്ടോ എന്ന്, ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവർ യൂഷ്വലി പറയുന്നത്. ഇപ്പൊ ഈ മംസിന്റെ കാര്യം പറഞ്ഞ പോലെ ഇല്ലേ, ഇപ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും ഈ ഏതെങ്കിലും രോഗങ്ങൾ വന്നിട്ട് അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുന്നത് ഏതൊക്കെ രോഗങ്ങളാണ്? സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ കുറേ അണ്ടങ്ങളുണ്ട്. പക്ഷെ പ്രായം കൂടുമ്പോൾ അണ്ടത്തിന്റെ നമ്പർ ക്വാളിറ്റി എല്ലാം കുറയും. അപ്പോൾ നമ്മൾ പറയും ഒരു 32 years വരെ കുഴപ്പമില്ല, ഫെർട്ടിലിറ്റി ഓക്കെ ആണെന്ന് ഡിലേ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ചില ആൾക്കാരുണ്ട് ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് എന്ന് പറയും, SLE അങ്ങനത്തെ അസുഖങ്ങൾ, പിന്നെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, അതിനൊക്കെ ബാധിക്കുന്ന ഡിസീസ് വരുമ്പോൾ അവരുടെ ബോഡിയിൽ ആന്റിബോഡീസ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ ഓർഗനെ പോലെ തന്നെ ഓവറിനെയും അത് ബാധിച്ചിട്ട് ഓവറിൻ ഫെയിലർ വരും പ്രിമച്വർലി. അപ്പോൾ അവർ 30 years നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അണ്ടങ്ങൾ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഡിലേയിങ് പ്രഗ്നൻസി അത് ബാധകമല്ല. പക്ഷെ അത് ഡയഗ്നോസ് ചെയ്യുന്ന ഡയഗ്നോസിസ് ആണ്. അവർക്ക് ഓൾറെഡി ഡിസീസ് ഡയഗ്നോസ്ഡ് ആണെങ്കിൽ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെരി ഡിഫിക്കൽട്ടാണ്, പാടാണ്. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ബേബി വൂമ്പിലുള്ളപ്പോൾ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കാരണമാവുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ പാരൻസിൻ്റെ ചില ശീലങ്ങൾ, ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്, പാരൻസ് നന്നായിട്ട് വലിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കുണ്ടാവുന്ന ആൺകുട്ടിക്ക് പുരുഷവന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പാരൻസിൻ്റെ എന്തൊക്കെ ശീലങ്ങൾ കുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കും? യൂഷ്വലി സ്മോക്കിംഗ് അല്ലെങ്കിൽ നിക്കോട്ടിൻ യൂസ് എന്ന് പറഞ്ഞാൽ ടൊബാക്കോ യൂസ് എന്ന് പറയുന്നത് സ്പേം ക്വാളിറ്റിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓക്കെ ശരി, അവർക്കത് എഫക്ട് ചെയ്യും, അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും അതിനുള്ള സാധ്യത ഉണ്ടോ? കുട്ടികൾക്ക് അത് കിട്ടാനുള്ള സാധ്യതയില്ല. ബട്ട് മെയിൻലി കുഞ്ഞു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു റീസൺ ആണ് ഈ, അല്ലെങ്കിൽ അതൊരു ആഡ് ഓൺ ഫാക്ടറാണ് ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ് അതിൻ്റെ ടൊബാക്കോ. അത് ഈ സ്മോക്കിംഗ് ടൊബാക്കോ ഒക്കെ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഫാക്ടറാണ്. അത് കുഞ്ഞുങ്ങളിലേക്ക് വരണം എന്നില്ല. അങ്ങനെയുള്ള ഒരാൾ അല്ലെങ്കിൽ ആ ഒരു കപ്പിൾ കൺസീവ് ആയെന്ന് വെച്ചിട്ട് ആ കുഞ്ഞിന് ഇത് കാരണം ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു റീസൺ ആവുന്നില്ല. വേറെ എന്തെങ്കിലും ശീലങ്ങളുണ്ടോ കുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്നത് പാരൻസിൻ്റെ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പാരൻസിൻ്റെ ഒരു ശീലവും അങ്ങനെ കുട്ടികളുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ജനറ്റിക് സംഭവങ്ങൾ, അതായത് പാരൻസിന് ഒരു ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ചിലപ്പം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു. ആ ജനറ്റിക് ഡിഫക്റ്റ് ഒരു ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് വരാം. കാരണം വൈ ക്രോമസോം പോകുമ്പോൾ അച്ഛനിൽ നിന്നാണല്ലോ വൈ ക്രോമസോം പോകുന്നത്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല, ആൺകുട്ടിയാണെങ്കിൽ ആ വൈ ക്രോമസോമിൻ്റെ ആ പ്രശ്നം കുട്ടിക്കും വരാം. അത് കാരണം ചിലപ്പം ആ കുട്ടിക്കും വന്ധ്യത വരാം. അപ്പം ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക്, ഇപ്പം ഞാൻ മെഡിക്കൽ ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ വൈ ക്രോമസോം മൈക്രോ ഡിലീഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഞങ്ങൾ കണ്ടുപിടിക്കുകയാണ്, ഞങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷനിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കപ്പിളിനോടൊന്ന് പറഞ്ഞു വെച്ചേക്കും, നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, ആൺകുട്ടിയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾ ചിലപ്പം അതനുസരിച്ചിട്ട് ചിലപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളൊന്ന് വാൺ ചെയ്ത് വിടാറുണ്ട്. പക്ഷെ അവരപ്പോഴേ നമുക്ക് അവരെ ടെൻഷൻ അടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർബന്ധമില്ല, വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വെക്കാറുണ്ട്. ഇപ്പം ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ അടുത്തായിട്ട് എല്ലാ പുരുഷന്മാരും, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മൾ കളിയാക്കിയൊക്കെ പറയും, അതായത് ഈ ഭയങ്കര കോഴി സ്വഭാവമുള്ള പുരുഷന്മാർക്കൊക്കെ പെൺകുട്ടികളുണ്ടാവാന്ന്. ബേസിക്കലി പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ഈ ജനറേഷനിൽ വരുന്ന എല്ലാ പുരുഷന്മാർക്കും കുട്ടികൾ പെൺകുട്ടികളായിരിക്കും. അതിൽ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില ആണുങ്ങൾക്ക് കണ്ടിട്ടില്ല, അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളെല്ലാം പെൺകുട്ടികളായിരിക്കും. അതിൽ എന്തെങ്കിലും സയന്റിഫിക് കാര്യമുണ്ടോ? ഇല്ലില്ല. പക്ഷെ ഏത് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്പെർമാണ്. സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്പെർമാണ്. അത് എക്സ് ഉണ്ട് വൈ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് എക്സ് ആണ് പോയി, ഫീമെയിൽസിനാകെ എക്സ് അപ്പം വൈ ആണ് പോകുന്നതെങ്കിൽ മെയിൽസ് വരും, എക്സ് ആണ് പോകണമെങ്കിൽ ഫീമെയിൽസ് വരും. അല്ലാതെ അതിനൊരു വലിയൊരു സയന്റിഫിക് ബേസിസ് നമുക്കൊന്നും പറയാനില്ല. സ്വഭാവം അത് അയാൾക്ക് എന്ത് കുട്ടിയാണ് ഉണ്ടാകുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നില്ല. വെറുതെ കളിയാക്കി പറഞ്ഞല്ലേ, കർമ്മബലം എന്നൊക്കെ പറയണല്ലേ, അതുകൊണ്ട് പെൺകുട്ടി ഉണ്ടായത് അവനാ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവട്ടേന്ന്. പക്ഷെ അതിനെന്തെങ്കിലും സയന്റിഫിക് ഇതുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. ഇപ്പൊ പെൺകുട്ടികളുടെ നമ്മൾ ഈ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമുക്ക് ഇതിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു പ്രായം എത്തുമ്പോഴാണ്. ഈ PCOD പോലെ അല്ലെങ്കിൽ പീരിയഡ്സ് ഇറഗുലാരിറ്റി ഒക്കെ വരുമ്പോൾ. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഏർലി പ്യൂബർട്ടിയുടെ കാലമാണല്ലോ. ഏർലി പ്യൂബർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് പീരിയഡ്സ് ആവുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മോശമാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്തെങ്കിലും ആണോ? ഏർലി പ്യൂബർട്ടി വരുന്നത് അത് അത്ര ഒരു എളുപ്പം കാര്യമല്ല. അത് റിപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ടല്ല, പക്ഷെ എന്നാലും ആ കുട്ടിക്ക് ഇപ്പം 9 years കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി ഒരു പ്യൂബർട്ടി. ഇപ്പം പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞ കറക്റ്റാണ്, നേരത്തെ പീരീഡ് വരുന്നുണ്ട്. ഇപ്പം 8 വയസ്സായ കുട്ടിക്കൊക്കെ പീരീഡ് വരിക എന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു അവർക്ക് പാരൻസിനും കുട്ടിക്കും ഭയങ്കര മെൻ്റലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ഫ്യൂച്ചർ റിപ്രൊഡക്റ്റീവ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഈ PCOD ഉള്ളവർക്ക്, അതായത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വണ്ണമുള്ള കുട്ടികൾ, അത് നമ്മളിപ്പോൾ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി എന്ന് പറയില്ലേ, ആ കുട്ടികൾക്ക് അവരുടെ ബോഡിയിൽ
ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലാണ് ഓവർ വെയിറ്റ് ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ കാരണം ഫാറ്റിൽ ഈ ഈസ്ട്രജൻ കൺവേർഷൻ നടക്കുന്നുണ്ട് ഫാറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് പീരീഡ് നേരത്തെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു PCOD ഒക്കെ ഒരു ലക്ഷണമായിട്ട് വരാം ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി, അതെ നേരത്തെ പീരീഡ് വരുന്നത്. പക്ഷെ അത് കാരണം അവർക്ക് വന്ധ്യത വരുമെന്ന് നമുക്ക് നേരത്തെ കൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കൊരു ഈ ഒരു കണ്ടീഷൻസിനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഈ പിള്ളേർക്ക് ഏർലി പ്യൂബർട്ടി ആവുമെന്ന് പറയുന്ന എല്ലാ പാരന്റ്സിനും ടെൻഷനുള്ള പരിപാടിയാണല്ലോ. കുട്ടികൾക്ക് ഈ ഏർലി പീരീഡ്സ് വരുന്നത് തടയാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഫ്രം ചൈൽഡ്ഹുഡ് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ PCOD എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി പറഞ്ഞു, ജനറ്റിക് പറഞ്ഞല്ലോ, അമ്മയ്ക്ക് PCOD ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാം. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കൊരു പ്രിക്കോഷൻ, അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഈ ഷുഗർ കട്ടും അങ്ങനത്തെ ഉള്ള എക്സസൈസ് ആ പ്രിക്കോഷനൊക്കെ അവരെടുത്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഡെഫിനറ്റ്ലി അവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അവരത് ശ്രദ്ധിക്കും. കാരണം ഒബീസിറ്റി അവർക്ക് ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ഒരുപാട് മരുന്ന് കഴിക്കാൻ വന്നിട്ടുണ്ടാവും, ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സഫറിങ് കുട്ടിക്കും കൂടെ അത് വേണ്ട. അപ്പോൾ എനിക്ക് അത് പ്രിവെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ സഹായിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ കൂടുതൽ ചാൻസ്. അതായത് നമ്മൾ ചൈൽഡ്ഹുഡ് ഒബേസിറ്റിനെ മാക്സിമം നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പാരന്റ്സിനോട് നമ്മൾ ബാക്കിയുള്ള ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് പീഡിയാട്രീഷ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികളെ പീഡിയാട്രീഷ്യനാണ് കാണുന്നത്. അപ്പം ഈ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ പിള്ളേരിപ്പോൾ ഗെയിമിങ് ഇത്, അപ്പം അതൊന്ന് മാറ്റി നമ്മൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് വിടുക, ഫാസ്റ്റ് ഫുഡ് മാറ്റി വീട്ടിലെ ഫുഡ് കൂടുതൽ കൊടുക്കുക. അപ്പം ഇതൊക്കെ പാരന്റ്സിനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാൽ അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഒരു പരിധിവരെ ഒഴിവാകും. ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഒഴിവായാൽ ഈ നേരത്തെ പീരീഡ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വിഷ്യസ് സർക്കിൾ പോലെയാണ്. അപ്പോൾ അത് പീഡിയാട്രീഷ്യൻസ് പാരന്റ്സിനോട് സംസാരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഓരോ വാക്സിനേഷൻ്റെ സമയത്തും പീഡിയാട്രീഷ്യനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം അത് ആ രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇപ്പൊ ഈ ഭക്ഷണത്തിന്റെ കേസ് പറഞ്ഞില്ലേ, ചോക്ലേറ്റ്സ് മധുരമാണല്ലോ പിള്ളേർക്ക് ഇപ്പോഴത്തെ ഫേവറേറ്റ്. ഇപ്പൊ എല്ലാവർക്കും വണ്ണം വെക്കണമെന്നില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ വണ്ണം വെക്കണമെന്നില്ല. അപ്പൊ ഈ കൂടുതൽ മധുരം കഴിക്കുന്നത്, ഓവർ സ്വീറ്റ്സ് കഴിക്കുന്നത് ഈ പറഞ്ഞതുപോലെ PCODക്കോ അല്ലെങ്കിൽ ഏർലി പ്യൂബർട്ടിക്കോ കാരണമാവോ? മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടല്ലോ ഫാമിലിയിൽ, അവർക്ക് ഒബീസിറ്റി വന്നിട്ട്. മെറ്റബോളിക് സിൻഡ്രോം നമുക്ക് ഈ തന്നെ ഇപ്പൊ ഫാമിലിയിലായിട്ട് തന്നെ ഇപ്പൊ പാരന്റ്സിന് അവർക്ക് ഒബീസിറ്റി ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, BP ഉണ്ട്, അതൊരു സിൻഡ്രോം. ഡെഫിനറ്റ്ലി അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ എത്രത്തോളം ശ്രദ്ധിച്ചാൽ ആ ജനറ്റിക് കമ്പോണന്റ് എപ്പോഴും അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി പ്രിവെന്റ് ചെയ്താലും എപ്പോഴെങ്കിലും അതൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒബീസിറ്റി നമ്മൾ എപ്പോഴും ലാബ് പാരാമീറ്റേഴ്സ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് BP കൊളസ്ട്രോൾ എപ്പോഴും നോക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഈ വാക്സിനേഷൻ വരുമ്പോൾ എപ്പോഴും വെയിറ്റ് ഡോക്യുമെന്റ് ചെയ്യും അവർ. അപ്പോൾ അവർ പീഡിയാട്രീഷ്യൻസ് എപ്പോഴും കോഷ്യസ് ആയിരിക്കും. കൂടുമ്പോൾ അവർ പറയും വണ്ണം കൂടുന്നുണ്ട്, തൈറോയിഡിൻ്റെ ഇഷ്യൂസ് വരാം, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പാരന്റ്സിനോട് കൗൺസിൽ ചെയ്യും. അപ്പോൾ അവരെ കൂടുതൽ പറയുമ്പോഴാണ് അവർക്ക് ആ ഒരു പോയിന്റിലേക്ക് കൂടുതൽ അവർ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അവരത് ആ ഒബീസിറ്റി പ്രിവെന്റ് അവർ ശ്രദ്ധിക്കത്തുള്ളൂ. പിന്നെ ഈ ചോക്ലേറ്റ്സ്, ഇപ്പൊ വണ്ണം മഞ്ജു പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിന്റെ വണ്ണം മാത്രമല്ല അതിന്റെ ഒരു ക്രൈറ്റീരിയ. ഇപ്പൊ ഈ ചോക്ലേറ്റ്സ് ഭയങ്കര അൺഹെൽതി ലൈഫ് സ്റ്റൈൽ. അപ്പൊ അത് കാരണവും ഈവൻ വണ്ണമില്ലാത്ത കുട്ടികൾക്കും ഈ പ്രോബ്ലംസ് വരാം. അപ്പം വണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ് മാത്രം അവർക്ക് നേരത്തെ പീരീഡ് വരണമെന്നില്ല. പക്ഷെ ഭയങ്കര അൺഹെൽതി ലൈഫ് സ്റ്റൈലാണ്, ഈവൻ അവർ മെലിഞ്ഞിരിക്കുവാണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രോബ്ലംസ് വരാം. പ്രത്യേകിച്ച് മീര പറഞ്ഞ പോലെ ഈ മെറ്റബോളിക് സിൻഡ്രോം പാരന്റ്സിനുണ്ടെങ്കിൽ, PCOD തന്നെ ഒബേസ് PCOD മാത്രമല്ല, ലീൻ PCOD ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ഒബേസ് PCODനേക്കാളും ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടും ആണ്. ഈ ഒബീസ് ആയിട്ടുള്ളവർക്ക് വണ്ണം കുറച്ചാൽ പകുതി പ്രശ്നങ്ങൾ. അത് കറക്റ്റ് ആണ്. നമ്മൾ OP-യിൽ പലപ്പോഴും പറയണാണ് ഈ ലീൻ PCOS വരുമ്പോഴത്തേക്ക് വണ്ണം ഉള്ളവർക്ക് ഞങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറയാം. ഇത്രയും ഒരു 50 കിലോ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് എവിടെ വണ്ണം കുറയ്ക്കാൻ പറയാൻ പറ്റും? ചിലപ്പം ഓവുലേഷന്റെ മെഡിസിൻ ഈവൻ ലോ ഡോസിൽ എടുത്താൽ പോലും അവർക്ക് ചിലപ്പോൾ ഓവുലേഷൻ ആവണം എന്നില്ല. അപ്പം യൂഷ്വലി ഒബേസ് ആയിട്ടുള്ള PCODക്കാരാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് വരാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് റെസ്പോൺസ് ബെറ്റർ ആവാറുണ്ട്. പക്ഷേ ഈ ലീൻ PCODക്കാർക്ക് നമുക്ക് അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് പറയാൻ പോലും അതൊരു ഡിഫിക്കൽട്ട്. പക്ഷെ നമ്മൾ അവരുടെ അടുത്തും ഡയറ്റ് പറയും. ഈ ഒബേസ് PCO ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഡയറ്റ്. കാരണം ഡയറ്റ് അവര് ഡയറ്റ് കട്ട് ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ ഹെൽത്തി ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. മൈദ അവോയ്ഡ് ചെയ്യാൻ പറയും, ചോക്ലേറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറയും, വറുത്തത് അവോയ്ഡ് ചെയ്യാൻ പറയും. ഈ PCOD ഉള്ള ആളുകളുണ്ടല്ലോ, PCOD ഉള്ള ആളുകൾ ഈ ഭക്ഷണങ്ങൾ തൊടുകയരുത് അവരുടെ ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ, കട്ട്രോട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും അവർക്ക്. എന്നാലും മാക്സിമം ഒഴിവാക്കാൻ കൂടുതൽ ഡിപ്രഷനിലേക്ക് വരും. നമുക്കൊരു സന്തോഷത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ടോപ്പ് 5 അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മോഡറേഷനിലാണ് നമ്മൾ ഷുഗർ കട്ട് പറയുന്നത്, അവരോട് പറയുന്നത്. മോഡറേഷൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാം. പ്രോട്ടീൻ റിച്ച്, പക്ഷെ കാർബോഹൈഡ്രേറ്റ് ലെസ്. അപ്പൊ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ചിലപ്പോൾ ഒരു നേരം ചോറ് കഴിക്കാം, രാത്രി ചോറ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ, ചപ്പാത്തിയല്ലോ ഉപയോഗിക്കാം. സാലഡ്സ് അതിനകത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പനീർ എന്തെങ്കിലും ചണ അങ്ങനെ ഇടുമ്പോൾ പ്രോട്ടീനും ഇപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ഒരു മടുപ്പ് ചിലപ്പം ഒന്ന് ഒഴിവാകും. വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. നമുക്ക് അതിനുള്ള ഡ്രസ്സിങ്സിന് വേണ്ടി നമുക്ക് യോഗർട്ട് ഡ്രസ്സിങ്സ് ആഡ് ചെയ്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അവർക്ക് ബെറ്റർ പ്രസന്റബിളും ആണ്. അങ്ങനെയാണ് പച്ചക്കറി ഫീൽ ഉണ്ടാവില്ല. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണെങ്കിലോ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചോക്ലേറ്റ്സ്, അതായത് കാൻഡീസ് ഇപ്പം കഴിക്കുവാണെങ്കിലും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്സ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കേഷണൽ, അപ്പം നമ്മൾ ഒരിക്കലും പറയില്ല നിങ്ങൾ ഇനി ഒരിക്കലും കഴിക്കരുത് എന്ന് നമ്മൾ പറയില്ല, വല്ലപ്പോഴും കഴിക്കാം, യു ഹാവ് ടു കട്ട് ഇറ്റ്. പിന്നെ കാലറി കൺട്രോൾ നമ്മൾ പറയാറുണ്ട്. ആ ഒരു ദിവസത്തെ കാലറി നീഡ്സ് വെച്ചിട്ട് ഇപ്പോൾ 1800 ആണ് അവരുടെ വെയിറ്റിനനുസരിച്ചുള്ള കാലറി റിക്വയർമെൻറ്റ് എങ്കിൽ അതനുസരിച്ച് കഴിക്കാം. പിന്നെ മൈദ അത്ര, ഈ പൊറോട്ട അതുപോലത്തെ സാധനങ്ങൾ, നമ്മൾ പഫ്സ്, ബ്രെഡ്, കുക്കീസ്, ബിസ്ക്കറ്റ്സ് അത് മാക്സിമം കട്ട് ചെയ്യാൻ പറയും. പിന്നെ ഈ എണ്ണയിൽ വറുത്ത് കോരിയ സാധനങ്ങൾ ഈവൻ ഒരു ഫിഷ് ആണെങ്കിൽ പോലും ഫിഷ് കറി, ബിറ്റ്വീൻ ഫിഷ് കറി ആൻഡ് ഫിഷ് ഫ്രൈ നമുക്ക് വി ക്യാൻ ഓൾവേസ് ഓഫർ ദി ഫിഷ് കറി. വല്ലപ്പോഴും കഴിക്കാന്ന് പറയും, സ്ഥിരം ഇപ്പം ഡെയിലി നമ്മൾ ചോക്ലേറ്റ്, ഐസ്ക്രീം, കേക്ക്, പേസ്ട്രി അത് കഴിക്കരുതെന്നേ പറയുള്ളൂ. വല്ലപ്പോഴും ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കാനാണ് നല്ലത്, നോട്ട് ഫ്രൂട്ട് ജ്യൂസസ്. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതിനകത്തൊക്കെ ചുമ്മാ എംറ്റി ഷുഗർ. ഇപ്പം ഗിവൺ എ ചോയ്സ് ബിറ്റ്വീൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഫ്രൂട്ട് ജ്യൂസും, ഗോ ഫോർ ഫ്രൂട്ട് ജ്യൂസ്, അതാണ് ബെറ്റർ. ഇപ്പൊ പെപ്സി, കോക്ക്, തംസ് അപ്പ്, അതിനകത്തൊക്കെ ചുമ്മാ ഗ്യാസും പഞ്ചസാരയും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ഫീമെയിൽ ഹെൽത്തിന് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒരു പീസ് വെച്ച് ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ഇസ് ദാറ്റ് ട്രൂ? ഇറ്റ് ഇസ് ഗുഡ് ആക്ച്വലി. ഡാർക്ക് ചോക്ലേറ്റ്സിനകത്ത് ഹൈ കണ്ടന്റ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതിപ്പോൾ ഒരു അളവനുസരിച്ച് മരുന്ന് കഴിക്കണ പോലെ, തൈറോയിഡ് ഗുളിക കഴിക്കണ പോലെ കഴിക്കണം എന്നില്ല, പക്ഷേ കഴിക്കണം എന്നില്ല. ഇഫ് യു ആർ ചോക്ലേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ യു കെൻ ബെറ്റർ ഡാർക്ക് ചോക്ലേറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ബിഫോർ ഫുഡിനേക്കാളും ആഫ്റ്റർ ഫുഡ് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ഗ്ലൈസെമിക് സ്പൈക്ക്, ഷുഗർ കൂടുന്നത് കുറയാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഒരു ദിവസം ഒരു ഡോക്ടറോട് സംസാരിച്ച ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടികൾക്ക് പീരിയഡ്സ് ആവുന്നതിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ടത് അവർക്ക് ഒരു 10, അതായത് അവരൊരു ജോലിയൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ്. അതുവരെ അവരുടെ പീരിയഡ്സ് കുറച്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ മാറുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അതുവരെ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പ്രോപ്പർ റുട്ടീനിലേക്ക് അവർ പോകുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അത് ശരിയാണ്. കാരണം ഇപ്പം ഏർലി പ്യൂബേർട്ടി ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം പീരിയഡ്സ് വരും, ഇത് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരിക, ആ 3 മാസം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പല രീതിയിലായിരിക്കും പലർക്കും. അത് ശരിയാണ്. ഇത് എങ്ങനെ ഒരു ഹെൽത്തി പീരിയഡ്സ് ആണോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് പീരീഡ്, അതായത് മെനാർക്കി കഴിഞ്ഞിട്ട് ഒരു ഇനിഷ്യൽ ഫസ്റ്റ് 1 to 2 years പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്ന നോർമലാണ്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. നോർമൽ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട്. കാരണം നമ്മുടെ ആ നോർമൽ ബ്രെയിനും ഓവറിയൊക്കെ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിളിലായി വരാൻ കുറച്ച് സമയമെടുക്കും. അത് പക്ഷേ ബിയോണ്ട് ദാറ്റ് ഒരു ഫസ്റ്റ് പീരീഡിൻ്റെ ഒരു 2 to 3 years കഴിഞ്ഞിട്ടും അങ്ങനെ ഇറഗുലർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഡോക്ടറിനെ കണ്ട് ഒരു ബേസിക് ഇവാലുവേഷൻ ചെയ്യാം. ലൈക്ക് ഇപ്പം പ്രശ്നമൊന്നും ഇല്ല, ജസ്റ്റ് ഒരു സ്കാൻ ചെയ്താൽ നമുക്ക് PCOD പോലത്തെ ഏർലി തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അനദർ തിങ് ഇസ് ഈ PCOD കൊണ്ട് മാത്രമല്ല ഇറഗുലർ പീരീഡ്സ് വരുന്നത്, തൈറോയിഡ് ഇഷ്യൂസ് കൊണ്ട് വരാം, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ, അത് ഈ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടെല്ലാം ഈ ഇറഗുലർ സൈക്കിൾസ് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും ഒരു ഇവാലുവേഷൻ ചെയ്ത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. മനസ്സിലായി. ഡോക്ടർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലില്ല, ആകെ ഒരു കാര്യത്തിൽ മാത്രമേ ഇറഗുലർ പീരീഡ്സ് നമ്മൾ വറി ചെയ്യേണ്ടുള്ളൂ, വെൻ ദർ ഇസ് എക്സസീവ് ബ്ലീഡിങ്. നമുക്ക് ചില കുട്ടികൾക്ക് ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടെ എറണാകുളത്ത് ഒരു നല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല പെയില്, ഹീമോഗ്ലോബിൻ നോക്കിയപ്പോൾ 2 gram. അത് എന്ന് വെച്ചാൽ 2 gram അത് ആ കുട്ടിക്ക് കാർഡിയാക് ഫെയിലിയറിലേക്ക് വരാൻ അധികം സമയമില്ലാത്തൊരു ഇതാണ് 2 gram. പിന്നെ അനീമിയ, നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഓക്സിജൻ ക്യാരി ചെയ്യാതെ കൊച്ചിന്റെ ബ്രെയിനും പാർട്ടിലൊന്നും എത്തത്തില്ലല്ലോ. അപ്പോൾ ആ 2 gram വളരെ കുറവാണ്. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ അഡ്മിറ്റ് ചെയ്ത് 12 pint ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. മനസ്സിലായി. പക്ഷെ ആ കുട്ടി നടക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം അതാ ഒൺലി തിങ് ദാറ്റ് യു ഹാവ് ടു വറി അബൌട്ട് ഇത് എക്സസീവ് ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. ഇറഗുലർ പീരീഡ്സ് ഇപ്പം ശില്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഈ എക്സസീവ് ബ്ലീഡിങ് പോലെ തന്നെ പീരീഡ്സിന്റെ സമയത്ത് ഈ സ്കാൻഡി പീരീഡ്സ് എന്ന് പറയില്ലേ, നമ്മൾ വളരെ കുറച്ച് ബ്ലീഡിങ് മാത്രമല്ല, 1 ദിവസം 2 ദിവസം, അത് പ്രശ്നമാണോ? അത് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കാര്യമായിട്ട്, അതായത് സ്കാൻഡി പീരീഡ്സും പ്രശ്നമാണ്, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രശ്നമില്ല, അതൊരു വലിയ പ്രശ്നമല്ല. അപ്പം ശരിക്കും നോർമൽ ഹെൽത്തി പീരീഡ്സ് എങ്ങനെ ഉണ്ടാവുക? നോർമൽ ഹെൽത്തി പീരീഡ് എന്ന് പറഞ്ഞാൽ 28 to 35 days 2 to 7 days ബ്ലീഡിങ്. അത് നമ്മൾ ചേഞ്ചിങ് 3 to 4 pads per day. ഓക്കെ, അതാണ് നോർമൽ ഹെൽത്തി പീരീഡ്. ഇപ്പം നോർമലായിട്ടൊരു ബ്ലീഡിങ് കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പം എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് ഒരു DNCയുടെയോ അങ്ങനെയൊക്കെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം അബോർഷൻ കഴിഞ്ഞ ഒരു ഇൻഫെക്ഷൻ്റെ ഹിസ്റ്ററി അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, അത് കഴിഞ്ഞുള്ള പീരീഡിൽ ഒരുപാട് ബ്ലീഡിങ് കുറവാണെങ്കിൽ നമ്മൾ ചില കണ്ടീഷൻസ്, യൂട്രസിനുള്ളിൽ തന്നെ എൻഡോമെട്രിയത്തിനുള്ളിൽ തന്നെ ഒട്ടിപ്പിടുത്തം ഒക്കെ ഉണ്ടാവാൻ ഒരു റിസ്ക് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ബ്ലീഡിങ് കുറവായിട്ട് വരികയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ എന്തെങ്കിലും, അതായത് ഈ ഒട്ടിപ്പിടുത്തമുള്ള എന്തെങ്കിലും കണ്ടീഷനാണോ എന്ന് സംശയിക്കാവുന്നതാണ്. അങ്ങനെ അത് ഹിസ്റ്ററി അനുസരിച്ചിരിക്കും. പക്ഷെ ആദ്യം തന്നെ ഇങ്ങനെ തന്നെ പീരീഡ് കിട്ടിയ ഒരാൾക്ക്, അല്ലെങ്കിൽ റെഗുലർ ആണ്,
നോർമലി ഇത്ര തന്നെയാണ് ഫ്ലോ ഉള്ള ഒരാളാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് വേറെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വറി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ ഹിസ്റ്ററി ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഇവാലുവേഷൻ നല്ലതായിരിക്കും. മനസ്സിലായി. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത്, അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായിട്ട് പറയുന്ന ഒരു സാധനം PCOD ആണല്ലോ. PCOD ഉള്ളവർക്കാണ് ഞാനൊക്കെ പ്രഗ്നന്റ് ആവുമെന്ന് ദൈവത്തിനറിയാം എന്ന് പല പെണ്ണുങ്ങളും പറഞ്ഞവള് കേൾക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺ. അപ്പോൾ ഈ PCOD ഉള്ളത് യൂഷ്വലി നമ്മൾ പറയുന്നത് പീരിയഡ്സ് ഇറഗുലർ ആകുമ്പോഴാണ് ഇതുണ്ട് എന്നുള്ളതൊരു ഐഡിയ വരിക. അത് മാത്രമല്ല അതിൻ്റെ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതായത് യുവർ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇസ് നോട്ട് ഓക്കെ, ഒരു ഡോക്ടറെ കാണണം, ഒരു ഗൈനക്കിനെ കാണണം എന്നുള്ള സിംറ്റംസ്. PCOD എന്ന് പറയുമ്പോൾ നമ്മൾ ഇറഗുലർ സൈക്കിൾസ് എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് നല്ല വണ്ണമുണ്ട്, ഒരു കഴുത്തിന് പുറകിൽ കറുത്ത നിറം ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഹൈപ്പർ ആൻഡ്രജനിക് ഫീച്ചേഴ്സാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആൻഡ്രൻസ് കൂടി നിൽക്കുമ്പം നോർമലി അവർക്ക് അണ്ടവിസർജനം, അതുപോലെ ഓവുലേഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രഗ്നൻസി ഡിലേ ആവുന്നത്. ഓവുലേഷൻ ആകുമ്പോഴാണല്ലോ നമുക്ക് ഫെർട്ടിലിറ്റി പോസിബിൾ ആവും. അപ്പോൾ അതാണ് അവിടെ മെയിൻ. അപ്പോൾ നമ്മൾ എപ്പോഴും PCODക്കാർക്ക് ആ ഓവുലേഷൻ കറക്റ്റ് ആക്കാനാണ് നമ്മൾ ഈ പറയുന്ന റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, പിന്നെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ ചെറിയ ഡോസിൽ വരാം, വലിയ ഡോസിൽ വരാം. അതൊക്കെ ചെറിയ ട്രീറ്റ്മെന്റിൽ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ ട്രീറ്റ്മെന്റ്സ് ആവശ്യമുള്ളൂ. പിന്നെ ഉള്ളവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ സൈക്കിൾസ് PCOD അല്ലാതെ പറയുന്നത് സിവിയർ ആയിട്ട് പീരിയഡ്സ് സമയത്ത് വയറുവേദന വരുന്നവർ. അപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവാം. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഫെർട്ടിലിറ്റി ഡിലേ ഉണ്ടാവാം. അപ്പം നമ്മൾ നേരത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അവരോട് നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ അവർക്ക് പീരിയഡ്സിന് സമയത്ത് അസഹ്യമായ വയറുവേദന തുടങ്ങുന്ന എക്സ്പെക്റ്റഡ് സൈക്കിളിൽ ഒരു 1 വീക്ക് മുന്നേ തന്നെ അവർക്ക് വയറുവേദന ഉണ്ടാവുന്നു. അങ്ങനത്തെ സൈക്കിൾ അത് കൂടി വരികയാണ്. പീരിയഡ്സ് കഴിയുമ്പോഴും വയറുവേദനയുണ്ട്. അപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിസ് പോലുള്ള ഒരു കണ്ടീഷൻ നമുക്ക് സസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്കും ഫെർട്ടിലിറ്റി കുറച്ച് ഡിലേ ആവാറുണ്ട്. പിന്നെ ഉള്ളതാണ് എഗ് റിസർവ്, എഗിൻ്റെ അണ്ടങ്ങളുടെ എണ്ണം കുറയുന്നവർക്ക്. അവർക്ക് ഡെഫിനറ്റ്ലി നമ്മളത് സ്കാൻ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അല്ലാതെ നമുക്ക് അവരാദ്യമായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് അവർക്ക് അണ്ടങ്ങൾ കുറവാണ്. അപ്പോൾ അവർക്ക് വേറൊരു പ്രോട്ടോക്കോളും നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് വേറെ രീതിയിൽ നമ്മൾ പോകേണ്ടി വരും. നമുക്ക് കാരണങ്ങൾ ചോദിച്ചാൽ കാരണങ്ങൾ ഉണ്ടാവില്ല. അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും ചെറിയ വയസ്സിൽ അണ്ടങ്ങൾ കുറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം. അപ്പോൾ അവർ ചെയ്തുകൊണ്ട് അവരുടെ തെറ്റല്ല. പക്ഷെ അങ്ങനെ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് വേറൊരു ഹയർ ലെവലിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരാം. മീര പറഞ്ഞ പോലെ ഈ ഇറഗുലർ പീരീഡ്സിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ കോസ് PCO ആണ്. പക്ഷേ ഈ എഗ് റിസർവ് കുറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ്. അവർക്കും ഇറഗുലർ പീരീഡ്സ് ആവാം. അപ്പോൾ ഈ ആൾക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ലാ ഇറഗുലർ പീരീഡ്സും PCOD എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല. ആക്ച്വലി PCOD ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. PCODക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. നമുക്ക് യൂഷ്വലി മരുന്നിൽ അല്ലെങ്കിൽ ചെറിയ ഇപ്പം ലാപ്രോസ്കോപ്പി, ലൈഫ് സ്റ്റൈല്, ലാപ്രോസ്കോപ്പി, ഓവേറിയൻ ഡ്രില്ലിംഗ്, അതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു ഔട്ട്കം കൊടുക്കാൻ പറ്റുന്ന വിഭാഗം ആൾക്കാരാണ് PCOD ആൾക്കാർ. പക്ഷെ നേരെ മറിച്ച് ഈ എഗ് റിസർവ് കുറഞ്ഞ് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. അവർ PCOD എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് അവർക്ക് നേരെ ഓപ്പോസിറ്റ് സ്പെക്ട്രമാണ്. മനസ്സിലായി? അവർക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ എഗ്ഗ് ഓൾറെഡി കുറഞ്ഞ ആൾക്കാർക്ക് നമുക്ക് എഗ്ഗ് കൂട്ടാൻ വേണ്ടിയിട്ട് മെഡിസിൻസോ സർജറിയോ ഒന്നുമില്ല. കുറഞ്ഞതാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറയുന്നത്? അതാണ് മീര് പറഞ്ഞത്. നമുക്ക് അത് എന്തുകൊണ്ടാണ് റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് ജനിച്ചപ്പം നേരത്തെ പറഞ്ഞില്ലേ വയറിൽ വെച്ചിട്ടേ അവരുടെ എഗ്ഗിന്റെ നമ്പർ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ, അതായത് ചില ഡയബറ്റിസ്, ഈ SLE പോലത്തെ തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾ, ഇതെല്ലാം അവർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ ചില ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ട്, ടേണർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് ടേണർ സിൻഡ്രോം അല്ലെങ്കിൽ ടേണർ മോസൈക്ക്, അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഒവേറിയൻ റിസർവ് കുറവായിരിക്കും. അപ്പൊ ഇവർക്ക് ആണ് നമുക്ക് കുറച്ച് എത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആക്കേണ്ടത്. കാരണം ആസ് ഏജ് പ്രോഗ്രസസ് ഇതിങ്ങനെ കുറഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ. ഈവൻ ഇൻ ദ 20s അവരുടെ ഒവേറിയൻ റിസർവ് വളരെ കുറവായിരിക്കും. വിചാരിക്കും വളരെ യങ് ആണ്, ആകെ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ 20s കല്യാണം. അപ്പൊ അന്ന് നോക്കുമ്പോഴത്തേക്കും ഓവറിയൻ റിസർവ് ഒരുപാട് കുറവായിരിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ ഈ റെഗുലർ പീരീഡ്സ് അല്ലാണ്ട് വേറെ ഉണ്ടാവില്ല. ഇല്ല. അപ്പം ഇവർക്ക് എഗ്ഗിൻ്റെ AFC എന്ന് പറഞ്ഞ, അതായത് നമുക്ക് ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറയും, നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ബ്ലഡിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, AMH എന്ന് പറയുന്നത്. അതും എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ പേര് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. AMHും ഇവർക്ക് കുറവായിരിക്കും. അതായത് 2ൽ താഴെയായിരിക്കും, ചിലപ്പോൾ 1ൽ താഴെയായിരിക്കും. ഇപ്പം ഇവർക്കൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ ഫെർട്ടിലിറ്റി ആസ്പെക്റ്റിൽ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതും പെട്ടെന്ന് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതും. അപ്പം അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും ഇവർ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നമുള്ളതാണ് ഇവരുടെ കാര്യം എന്ന് ഇവർക്ക് പലപ്പോഴും മനസ്സിലാവില്ല. അത് ഞങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം നമ്മുടെ മനസ്സറിയാം ദൈവമേ എങ്ങനെ ഇവർക്കൊന്ന് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കും. ദാറ്റ് യുനോ ഇപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇവർ വീട്ടിൽ പോകും. അപ്പോൾ അവർ വീട്ടിൽ എല്ലാവരും പറയും ഇതൊന്നും പ്രശ്നമില്ല, ആ ഡോക്ടർ വെറുതെ നിനക്ക് 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ആ ഡോക്ടർ വെറുതെ പേടിപ്പിക്കുക, നമുക്ക് വേറെ ഡോക്ടറിനെ കാണാം. ഡോക്ടർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി വീണ്ടും അപ്പോൾ മിക്കവാറും ഓവറിയൻ റിസർവ് കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് അവരെ വഴക്ക് പറയാനും പറ്റില്ല. അവർ ഈ അവസ്ഥയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ട
നമ്മുടെ ആൾക്കാരെ ചികിത്സിക്കാനാണ് നമുക്ക് ഏറ്റവും പാട്. കാരണം വീട്ടിൽ പോകുമ്പോഴും ഇവര് ബാക്കി നാട്ടുകാർ മൊത്തം വേറെ ഒപ്പീനിയൻസ് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് അവർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ അതാണ് PCOD-നെ കാട്ടിയും PCOD വലിയ പ്രശ്നമില്ല, ചെയ്യാൻ പാടുന്നതാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ ഒരു ക്ലിനിക്കിൽ പോയി അടുത്ത ക്ലിനിക്കിൽ പോകും. കാരണം അത്രയും ഈസിലി അവൈലബിൾ ആണ് ക്ലിനിക്കുകൾ. നമ്മൾ നേരത്തെ പണ്ട് ഈ IVF എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് കാണുന്ന പ്രൊസീജർ. പക്ഷെ ഇപ്പൊ ഒരുവിധം എല്ലാവരും IVF ഞാൻ ട്രീറ്റ്മെന്റിലാണ്. ഈ IVF ഇത്രയും കോമൺ ആവാൻ, അതായത് ഇൻഫെർട്ടിലിറ്റി ഇത്രയും കോമൺ ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മിസ്റ്റേക്സ് ദാറ്റ് വി ആർ ഡൂയിങ്? നമ്മളങ്ങനെ വലിയ മിസ്റ്റേക്സ് ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എനിക്ക് കൂടുതലും ആൾക്കാർ കുറച്ചും കൂടെ അവെയർ ആയതുകൊണ്ടാണ് അവർ കുറച്ചും കൂടെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രീവിയസ് ജനറേഷൻസിനെ കാട്ടിയും കുറച്ചും കൂടെ മോശമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. പക്ഷെ അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദാറ്റ് ബാഡ്. അത്രയ്ക്കൊന്നും മോശമല്ല. നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, കുറെ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പം നമ്മളിൽ നിന്ന് അടുത്ത ജനറേഷൻ, ഇപ്പം എൻ്റെ മോനൊക്കെ എന്നെക്കാട്ടിയും കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം അടുത്ത ജനറേഷൻ നമ്മൾ അങ്ങനെ പറയാൻ നമുക്ക് അതിശയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓക്കെ, ഇപ്പൊ ജെനറ്റിക്സ് ഉണ്ടാവും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ്, അതൊരു ഫാക്ടറാണ്. പൊല്യൂഷൻ, നമുക്ക് ചൂട്, ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, ടോക്സിൻസ്, വെള്ളത്തിലുണ്ടാവുന്ന ടോക്സിൻസ്, ചിലപ്പോൾ അതെല്ലാം ചിലപ്പം നമുക്ക് നമ്മുടെ റിപ്രഡക്റ്റീവ് ഹെൽത്ത് മോശമാവാം. പെസ്റ്റിസൈഡ്സ്, നമ്മൾ ഈ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും നമ്മൾ പോലും അറിയാതെ നമ്മൾ കഴിക്കുന്ന പെസ്റ്റിസൈഡ്സ്. ഇപ്പൊ ചിലർ പ്രഗ്നന്റ് ആയിട്ട് ചോദിക്കും ഈ ഫ്രൂട്ട് കഴിക്കാം, പെസ്റ്റിസൈഡ് ഇല്ലാന്ന് ഉറപ്പാണെങ്കിൽ കഴിച്ചോ. അങ്ങനെ എങ്ങനെ ഉറപ്പിക്കാൻ? അവരുടെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട് കഴിക്കാം, വീട്ടിൽ ഫ്രൂട്ട്. പിന്നെ ഇപ്പോൾ ഈ പ്രഗ്നൻസി പ്രൊലോങ് ചെയ്യുന്നതും പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ എല്ലാവരും മുന്നേക്ക് ഒരു 30ക്ക് മുന്നേ കല്യാണം, പ്രഗ്നൻസി എല്ലാം 30ക്ക് മുന്നേ കഴിയും. ഇപ്പോൾ പലരും 30 കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം, അത് കഴിഞ്ഞ് 35 കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബേബിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും. അപ്പോഴത്തേക്കും മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഓവേറിയൻ റിസർവ് എല്ലാം കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയിപ്പോകും. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി ഡിലേ ആക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ നേരത്തെ ഒരു ഇവാലുവേഷൻ ചെയ്ത് നമ്മുടെ ഓവേറിയൻ റിസർവ് എങ്ങനെയാണെന്ന് നോക്കി വെക്കാം. അതുപോലെ 35 ഇയേഴ്സിന് ശേഷമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഗ് പ്രിസർവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്, അതും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറയുന്ന അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഹു ആർ പ്ലാനിങ് ടു ഡിലേ പ്രഗ്നൻസി അതവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഇത് പലർക്കും അറിയില്ല ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം നമുക്ക് ഇപ്പം ആരെയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല ഒരു നല്ല പാർട്ട്ണറിനെ കിട്ടാതെ. പിന്നെ കല്യാണം ഒരു പ്രാവശ്യം കഴിച്ചവരാരും നിർബന്ധിക്കില്ല, അങ്ങനെയുണ്ട്. പിന്നെ കരിയർ സെറ്റ് ആവാതെ പലരും അത് വില്ലിങ് വരില്ല. പക്ഷെ നമുക്ക് ഭാവിയിൽ നമുക്കൊരു കുട്ടി വേണ്ട എന്ന് നമുക്കിപ്പോൾ തീരുമാനിക്കാനും പറ്റില്ല. ചിലപ്പോൾ നമുക്കൊരു നല്ല പാർട്ട്ണർ ചിലപ്പോൾ ഒരു 38 ഇയേഴ്സിലായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് മോശമായിരിക്കും. അങ്ങനെയുള്ളവർക്കുള്ള ഓപ്ഷനാണ് ഒരു 30 ഇയേഴ്സ് ഒക്കെ ആയിട്ടും ഇതൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ ബെറ്റർ നമ്മൾ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു ഏജിൽ നിങ്ങൾ നമ്മൾ ആരായാലും എഗ്ഗ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഏജ് ആവും, പക്ഷെ നമ്മുടെ ആ എഗ്ഗിന്റെ ഏജ് 30 വയസ്സാണ്. മനസ്സിലായി. അപ്പോൾ ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ നാച്ചുറലി ട്രൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചാൻസസ് കൂടുതൽ. അപ്പം അവരും നാച്ചുറലി ട്രൈ ചെയ്യാം. നാച്ചുറലി ട്രൈ ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ നമുക്ക് ഈ എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ആക്ച്വലി എന്താണ്? അതായത് ഇപ്പൊ ഞാൻ എഗ് ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ IVF-ന്റെ പ്രൊസീജിയറിന്റെ പകുതി വരെയാണ് അവിടെ സംഭവിക്കുന്നത്. അത്രയുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. IVF-ന്റെ പ്രൊസീജിയറിന്റെ പകുതി വരെ നമ്മൾ ചെയ്യും. അതായത് നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുത്ത്, അല്ല IVF വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് IVF ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. അതിനായിട്ട് ഒരു എക്സെപ്റ്റ് ഫോർ ഒരു കോസ്റ്റ് ഫാക്ടർ, IVF-ലൂടെ ജനിക്കുന്ന കുഞ്ഞിനോ അല്ലെങ്കിൽ IVF അണ്ടർഗോ ചെയ്യുന്ന അമ്മയ്ക്കോ ഒരു കോംപ്ലിക്കേഷനും വരത്തില്ല. അങ്ങനെ കോംപ്ലിക്കേഷൻ കാശ് ചെലവാക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, എക്സെപ്റ്റ് ഫോർ ദ എക്സ്പെൻസ് അല്ലാതെ. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഈ എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. എഗ് ഫ്രീസിങ്ങിനകത്ത് നമ്മൾ പീരീഡിൻ്റെ സമയത്ത് ഒരു 2nd or 3rd ഡേ തൊട്ട് ഒരു 10 to 12 days ആണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. ഇഞ്ചക്ഷൻ എടുത്ത് നമ്മുടെ എഗ്സിനെ വലുതാക്കും, മയക്കിയിട്ട് ആ എഗ്ഗിനെ നമ്മൾ വെളിയിലേക്ക് എടുക്കും. ആ എഗ്ഗിനെ നമ്മൾ അതേപോലെ ഫ്രീസ് ചെയ്ത് വെക്കും. ഇപ്പം നമുക്കിപ്പോൾ ആ സൈക്കിളിൽ വരുന്ന ഒരു 10 or 12 എഗ്ഗ് ആയിരിക്കും കിട്ടുന്നത്, അതിനെ നമ്മൾ ഫ്രീസ് ചെയ്യും. ഇപ്പോൾ ചിലർ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഡോക്ടർ ഞങ്ങളുടെ 12 എഗ്ഗ് പോയല്ലോ, ഇനി ഞങ്ങൾക്ക് എഗ്ഗ് ഉണ്ടാവുമോ എന്നുള്ളത്. ഈ എഗ്ഗൊക്കെ അല്ലേലും ഈ സൈക്കിളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന എഗ്ഗാണ്. അടുത്ത സൈക്കിളിൽ അടുത്ത പീരീഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി നമുക്ക് അടുത്ത എഗ്ഗിനായിരിക്കും തരുന്നത്. അപ്പം IVF ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരുടെ എഗ് റിസർവ് ഒന്നും കുറയണില്ല, ചുമ്മാ നഷ്ടപ്പെട്ടു പോകുന്ന ആ സൈക്കിളിൽ അതിനെ നമ്മൾ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. എത്ര വർഷത്തേക്ക് വേണമെങ്കിലും അത് ആ
ഫ്രോസൺ എക്സ്പയറി ഒന്നുമില്ല. നോ എക്സ്പയറി. ഇപ്പൊ ഏറ്റവും ഓൾഡസ്റ്റ് 28 years ആണ് ഫ്രീസ് ചെയ്തിട്ട് ഒരു കുഞ്ഞുണ്ടായിരിക്കണത്. 28 വർഷം മുമ്പേ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് കുട്ടി. അത് നമ്മുടെ ഇവിടെ കേരളത്തിലാണോ? അല്ലല്ലോ, ഓസ്ട്രേലിയ. നമ്മുടെ ഇവിടെ എത്ര നാൾ? നമ്മുടെ പ്രോബബ്ലി നമ്മുടെ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്ത് 15 years, ഒരു 20 years ഒക്കെ. ശരിക്കും ആക്ച്വലി ഇപ്പൊ എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഒത്തിരി പേര് അറിഞ്ഞു ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞേ, കുറച്ചും കൂടെ അവയർനെസ് കൂടാനുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്കിത് കുറച്ചും കൂടെ അറിയാം. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ MBBS കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പിന്നെയല്ലേ കല്യാണത്തിനെ പറ്റി. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ 32 years ആവും. അപ്പൊ അവർക്കിത് അറിയാം. അപ്പൊ മെഡിക്കൽ ഫീൽഡിലുള്ള കുറേ ആൾക്കാർക്ക് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി ലൈക്ക് കറക്റ്റ് പാർട്ട്ണറിനെ കിട്ടാത്തതുകൊണ്ട് മാത്രം ഡിലേ ചെയ്യുന്നതും അല്ല. ഈ ഇപ്പം ക്യാൻസർ അങ്ങനത്തെ ഇപ്പൊ കീമോതെറാപ്പി ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഈ കീമോതെറാപ്പി ഒക്കെ കഴിയുമ്പോൾ ഒവേറിയൻ റിസർവ് ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകാം. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നവർക്ക് മുന്നേ തന്നെ ഈ എഗ് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഫ്രീസ് ചെയ്തേക്കുന്ന എഗ് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേഷൻ ആണ് ഈ എഗ് ഫ്രീസിംഗിന്റെ. മെയിൽസ് അതുപോലെ സെമൻ അവർക്ക് ഇതുപോലെ ക്യാൻസറിന് മുന്നേ കീമോതെറാപ്പിക്ക് മുന്നേ അവരവരുടെ സ്പേം അവർ ഫ്രീസ് ചെയ്യും. നമുക്ക് പക്ഷേ ഇപ്പൊ രോഗങ്ങൾ വന്നിട്ട് ഫ്രീസ് ചെയ്യുന്നൊക്കെ അതല്ലാണ്ട് ഇപ്പൊ മെയിൽസ് കുട്ടികൾ വേണ്ടാന്നുള്ള തീരുമാനം എടുത്ത് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ടോ? അല്ല, മെയിൽസിന് അങ്ങനെ ഡിപ്ലീറ്റ് ആയി പോകുന്നില്ല. അത് ഞങ്ങളും കുറെ നാളായിട്ട് ആലോചിച്ച് വിഷമിക്കുന്ന നമ്മുടെ പേഷ്യൻസ് വരുമ്പോഴും ഇപ്പം വരുന്ന കപ്പിൾസ് ചിലപ്പോൾ ഒരു സെമന്റെ കൗണ്ട് കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇന്നലെ തന്നെ കണ്ടൊരു പേഷ്യൻ്റാണ്, സെമന്റെ കൗണ്ട് കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം വൈഫിന് 28 വയസ്സായിരുന്നു ഇത് അവർ കണ്ടുപിടിച്ചപ്പം. 28 വയസ്സായിരുന്നു. അപ്പോൾ വൈഫിന് ഒരു കുഴപ്പമില്ല. ഇപ്പം ഒരു 12 കൊല്ലം കഴിഞ്ഞിട്ട് വൈഫിന് ഇപ്പം 40 വയസ്സായി. സെമന്റെ കൗണ്ട് ഇപ്പോഴും കുറച്ചുണ്ട്, പക്ഷെ വൈഫിന് ഇപ്പം എഗ്ഗേ ഇല്ല. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ അവർ ആ സമയത്ത് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ വൈഫിന് ഒരു ഹോപ്പ് ഉണ്ടാവും. ഫീമെയിൽ ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ എഗ് ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പ്രായം തൊട്ട് ഏത് പ്രായം വരെ നമ്മൾ അത് ചെയ്യണം? ബെറ്റർ ഒരു 28 to 32 അല്ലേ? ബെറ്റർ ബിഫോർ 35 എന്തായാലും ഫ്രീസ് ചെയ്തിരിക്കണം. ഇഫ് യു പ്ലാനിങ് ടു ഡു സോ അറ്റ്ലീസ്റ്റ് 35 മുന്നേ എന്തായാലും ഫ്രീസ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ക്വാളിറ്റി ഒക്കെ മോശമായി കഴിഞ്ഞിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ലേറ്റർ ഓൺ നമ്മളത് യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അതിനൊരു പ്രഗ്നൻസി ഉണ്ടാവണം എന്നില്ല. സക്സസ് റേറ്റ് കുറവായിരിക്കും.